ഇനി അടുത്ത തവണ മീൻ കയ്യിൽ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്ലെയിം ഒന്നും ഓണാക്കാതെ തന്നെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 2-3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി നമുക്കിതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ബൗളിൽ ഒരു ബൗൾ മതിയാവും. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മീൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ ഏത് മീൻ വേണോ എടുക്കാവുന്നതാണ്. ഈ സമയത്തെല്ലാം മീഡിയം ഫ്ലെയിമിൽ മതിയാവും. പിന്നെ ഇതൊന്ന് ഗ്രേവി എല്ലാം ഇതിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി ഒരു ചെറിയ വാഴയിലെടുത്ത് മൂടി വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇത് 2-3 തവണ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ ഗ്രേവി എല്ലാം ഇതിലേക്ക് പറ്റി പിടിച്ച് നന്നായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിച്ചേരണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും കറിവേപ്പില ഇടുമ്പോൾ. വീണ്ടും ആ ഇല വെച്ച് അടച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കേണ്ടി വരും. അങ്ങനെ നന്നായിട്ട് ഈ ഗ്രേവി എല്ലാം ഇതിൽ പറ്റി പിടിച്ച് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. കുറച്ചൊരു ഗ്രേവിയോട് കൂടെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.